ഇടതുപക്ഷം ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന നിലയിലായിരുന്നു പ്രചരണം. വസ്തുതയുമായി വല്ല ബന്ധവുമുണ്ട്. ശബരിമലയെ ഇന്ന് കാണുന്ന ശബരിമലയാക്കിയത് ഇടതുപക്ഷമാണ്. എങ്ങനെ? പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ളവരുണ്ടാവും. ഒരു മണ്ഡലകാലം ഏകദേശം 1 ലക്ഷം ആളുകൾ മുതൽ പരമാവധി 2 ലക്ഷം വരെ ആയിരുന്നു ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണം, സന്ദർശിക്കാൻ വരുന്നവരുടെ എണ്ണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1967 അനശ്വരനായ പുന്നപ്ര വയലാർ സമരനായകൻ കൂടിയായ സഖാവ് PK ചന്ദ്രാനന്ദനും പ്രാക്കുളം ഭാസിയുമെല്ലാം ശബരിമല ദേവസ്വം ഭരണത്തിന്റെ ചുമതലയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാരഥ്യത്തിലേക്ക് വരുന്നത്. അന്ന് അവരുടെ നേതൃത്വത്തിലാണ് ശബരിമലയെ ദേശീയ പ്രശസ്തിയുള്ള ഒരു ദേവാലയമാക്കി മാറ്റണം എന്ന കാഴ്ചപ്പാടോടെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമായി അവർ രൂപം കൊടുത്ത ഭാവനാപൂർണമായ ഒരു പരിപാടിയായിരുന്നു അയ്യപ്പ ജ്യോതി പ്രയാണം. പഴയ തലമുറയിൽപ്പെട്ടവർ ഓർമ്മിക്കുന്നുണ്ടാവും. ശബരിമലയിൽ നിന്ന് കൊളുത്തിയ ഒരു അയ്യപ്പ ജ്യോതി തമിഴ്നാട്ടിലെ, കർണാടകയിലെ, ആന്ധ്രയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ പര്യടനം നടത്തി. ആ പര്യടനങ്ങൾക്ക് അവിടെ സംഘാടക സമിതികൾ വിളിച്ചു ചേർത്ത സ്വീകരണങ്ങൾ പ്ലാൻ ചെയ്തു. അതത് നാടുകളിലെ പത്രങ്ങളിൽ ഈ കാര്യം തുടർച്ചയായി വാർത്തയായി വന്നു. അങ്ങനെയാണ് ശബരിമല കേരളത്തിന് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദേവാലയമായി മാറിയത്. ഈ അയ്യപ്പ ജ്യോതി പ്രയാണം കടന്നുപോയതിനു ശേഷം അത് സംബന്ധിച്ച വാർത്തകൾ തുടർച്ചയായി പ്രാദേശിക മാധ്യമങ്ങളിൽ വന്ന് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകയിലെയും എല്ലാം വിശ്വാസികൾ കുറേശ്ശെയായി ശബരിമലയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ശബരിമല മാറുന്നത്. ഈ കഴിഞ്ഞ മണ്ഡലകാലം വന്നപ്പോൾ 51 ലക്ഷം തീർത്ഥാടകർ വന്നു എന്നാണ് കണക്ക്. ഈ വളർച്ചയുടെ പിന്നിൽ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിന് ദേവസ്വം ബോർഡിന്റെ ഭരണം കൈവന്ന ഘട്ടത്തിൽ ആസൂത്രണം ചെയ്ത ഈ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ ശബരിമലയാക്കിയവരാണ് ഇടതുപക്ഷം.